ഹായ്, വെൽക്കം എവരിവൺ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അറിയാത്തവരാണെങ്കിൽ മാത്രം, അല്ലാത്തവർക്ക് കാണാം. അപ്പം നമ്മളിപ്പം ഒരു ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക്, അതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം. ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും മെയിനാണ്, മനസ്സിലായി. പക്ഷെ അത് മാത്രം മതിയോ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി? അല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് തൊട്ടടുത്ത സ്റ്റെപ്പാണ് ക്യാൻഡിൽ സ്റ്റിക്സ്. ശരിക്കും ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് ഫസ്റ്റ് പറയേണ്ടത്. പക്ഷെ നമ്മളിപ്പം ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് പറഞ്ഞ കാര്യം ജസ്റ്റ് ചാർട്ടൊക്കെ ഒന്ന് വരച്ച് നോക്കട്ടെ, ആ ഒരു രീതിയിലൊക്കെ വെച്ചിട്ടാണ്. പിന്നെ എൻട്രി എക്സിറ്റ് നമ്മൾ ഉടനെ എടുക്കുന്നില്ലോ. ഇതൊക്കെ പഠിച്ചു കഴിയാതെ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം എത്രയും പഠിക്കുന്നു അത്രയും ബെറ്റർ. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം മുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ക്യാൻഡിൽ സ്റ്റിക്സ്, എണ്ണമില്ലാത്ത അത്രയും ടൈപ്പ് പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? അതിൻ്റെ ലോജിക്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കാൻ നമ്മളിപ്പം യൂട്യൂബിൽ കാണുമല്ലോ, നമ്മളിപ്പോൾ ഒന്ന് ചെയ്ത് ഒന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്കൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്ക് നമുക്ക് ആ വണ്ടി നമുക്ക് ഇതിലെ കൂടെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്നാവുമല്ലോ. നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ആവുമല്ലോ. അതേപോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ലോജിക്ക് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാര്യം എന്താ? ആ ലോജിക്ക് പഠിച്ചിട്ട് ഒരുമാതിരിപ്പെട്ട പാറ്റേൺസും കാര്യങ്ങളും ബ്രേക്ക് ഔട്ടും ഇവിടെ ഒരു എൻട്രി എടുക്കാവോ? അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള, ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കയറുന്ന ഒരു ഏരിയയിലാണോ, അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ട് പ്രൈസ് താഴോട്ട് പോകുന്നൊരു അതാണെന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായി? അപ്പം എല്ലാവരും ഒരു ചാർട്ടിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിന്റെ പല വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ടായിരിക്കും. അതിനകത്തൊരു പച്ച നിറത്തിൽ ഒരു നല്ലൊരു ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതിനാണ് ബുള്ളിഷ് മറുബോസു എന്ന് പറയുന്നത്. ബുള്ളിഷ് മറുബോസു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്യാൻഡിലിൻ്റെ ഏറ്റവും താഴെയാണ് ഓപ്പൺ ആകുന്നത്. അവിടെ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ ബൈ ചെയ്ത് മുകളിലോട്ട് പോയിട്ട് അത്ര ഒരു സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് മറുബോസ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് പിന്നൊരു കാര്യമുണ്ട്, ഏത് ക്യാൻഡിൽ സ്റ്റിക്സ് ആണെങ്കിലും അത് ചാർട്ടിൻ്റെ ഇന്നൊരു ഏരിയ വരുമ്പോഴത്തേക്ക് അത് അപ്പ് ട്രെൻഡിൻ്റെ അറ്റത്ത് വന്നാൽ എന്താ, ഡൗൺ ട്രെൻഡിന്റെ താഴെ വന്നാൽ എന്താ, ഏറ്റവും അവസാനം വന്നാൽ എന്താ, അങ്ങനത്തെ അത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ ബുള്ളിഷ് മറുബോസ്, അതായത് ആൾക്കാർ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തു, മുകളിലോട്ട് പോകുന്നു. ഓക്കെ, മുകളിലോട്ട് പോകുന്നു. അപ്പോഴത്തേക്ക് എന്ത് മനസ്സിലാക്കാം? ആൾക്കാർക്ക് ബൈയിങ് കൂടുതൽ താല്പര്യം ഉണ്ടെന്നാണല്ലോ അതിനർത്ഥം. അപ്പൊ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഒരു സപ്പോർട്ട് ഏരിയ, നമ്മൾ പറഞ്ഞ് ബൈയേഴ്സ് കൂടുന്ന ഒരു ഏരിയയിലാണ് സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞു. അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? അതായത് ഡൗൺ ട്രെൻഡിലോട്ട് വരും. ഡൗൺ ട്രെൻഡിലാണല്ലോ ഏറ്റവും പ്രൈസ് താഴോട്ട് പോകുമ്പോഴത്തേക്കാണല്ലോ സപ്പോർട്ട് വരുന്നത്. സപ്പോർട്ട് തട്ടിട്ട് തിരിച്ചു വരിക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അവിടെ വരുമ്പോഴത്തേക്ക് അതിനർത്ഥം എന്താ? ബുള്ളിഷ് മൊമെന്റം, ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് തുടങ്ങാൻ സ്റ്റാർട്ടായി എന്നല്ലേ അതിനർത്ഥം. അപ്പം വേറെ കുറച്ച് കാര്യങ്ങളൂടെ വെച്ചാൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ആ ഒരു ബേസിക് ലോജിക്ക് ആലോചിച്ച് നോക്കി. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ബൈയേഴ്സ് മാത്രമുള്ള സെല്ലേഴ്സ് ഇല്ലാത്തൊരു ക്യാൻഡിൽ പറഞ്ഞതിനർത്ഥം അതല്ലേ. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനം ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ കേസിലും നിങ്ങൾ കാണുന്നത് തിരിച്ചൊരു പോക്കായിരിക്കും എപ്പോഴും കാണാറുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണത്തില്ലേ, ഫുള്ളായിട്ടുള്ള റെഡ് ക്യാൻഡിൽ, അതാണ് ബെയറിഷ് മറുബോസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഈ ക്യാൻഡിൽ പ്രത്യേകത, ബുള്ളിഷ് മറുബോസ് ശ്രദ്ധിച്ചു ചെയ്യുക, താഴെ നിന്നാണല്ലോ ഓപ്പൺ ആയിട്ട് മുകളിലാണല്ലോ ക്ലോസ് വന്നത്. ഈ ക്യാൻഡിലിന്റെ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിലായിരിക്കും, ക്ലോസ് താഴെയും, അതായത് പ്രൈസ് താഴോട്ട് പോകുന്നതിനൊരു അതിനർത്ഥം. മനസ്സിലായോ? ഈ ഒരു ക്യാൻഡിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ, സെല്ലേഴ്സ് ഉള്ള ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ക്യാൻഡിലൂടെ വരുന്നതിന്റെ അർത്ഥം എന്താ? അവിടെ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ആകാൻ ചാൻസ് ഉണ്ട്. സെല്ലിങ് സ്റ്റാർട്ടായി, അല്ലെങ്കിൽ ബേഡ്സ്, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിന് ഒരു തുടക്കമാണെന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. പിന്നെ വേറെ ഒരു ടൈപ്പ് ക്യാൻഡിലുണ്ട്, സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്. സ്പിന്നിങ് ടോപ്പിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റെഡ് ക്യാൻഡിലെ ബ്ലൂ ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്ന പോലെ രണ്ട് കളറിലാണ് വരുന്നത്, റെഡ് അല്ലേ ബ്ലൂ. പക്ഷെ അതിന് വലിയൊരു പ്രസക്തി ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. ആ ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ബോഡി ചെറുതും മുകളിലോട്ട് രണ്ട് വിക്കും ഉണ്ടായിരിക്കും. വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്ന് നമുക്ക് പറയാം. അതിനർത്ഥം എന്താ? നമ്മളിപ്പം ആ ഒരു വിക്കിന്റെ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ.
ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നു, ആൾക്കാർ സെല്ല് ചെയ്യുമ്പോൾ ആ ക്യാൻഡിൽ താഴോട്ട് വരും. അപ്പോൾ അവിടെയാണ് ആ ഒരു വിക്ക് അല്ലെങ്കിൽ ആ ഒരു ഷാഡോ ഉണ്ടാകും. അതെങ്ങനെയാണ് പറയാം, നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ. ആ ഒരു വിക്ക്, നമുക്കിപ്പോൾ സർക്കാർ വിക്ക് എന്ന് പറയാം, ആ ഒരു വിക്ക് ഉണ്ടാകുന്നത് മനസ്സിലായോ? പക്ഷെ നമ്മുടെ ആ ബോഡിയെക്കാട്ടിൽ വലിയ വിക്കാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ സെല്ലേഴ്സ് ആണ് അവിടെ കൂടുതൽ വിജയിച്ചിരിക്കുന്നതെന്നാണ് അതിനൊരു അർത്ഥം. പക്ഷെ എപ്പോഴും നമ്മുടെ ഒരു ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേക ഏരിയയിൽ അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിന്റെ അവസാനം ഡൗൺ ട്രെൻഡിന്റെ അവസാനം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അർത്ഥങ്ങൾ കിട്ടും. അതിനെപ്പറ്റിയെല്ലാം നമുക്ക് നോക്കിപ്പോവാം. അപ്പൊ സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്യാൻഡിൽ റെഡോ ഗ്രീനോ ആയിക്കോട്ടെ, നിങ്ങൾ കളർ വിടുക, റെഡോ ഗ്രീനോ ഒരു ക്യാൻഡിൽ, അതിന്റെ മുകളിലോട്ടും വിക്കുണ്ട് താഴോട്ടും വിക്കുണ്ട്, ബോഡി ചെറുതാണ്. എന്താ അതിനർത്ഥം? ബയേഴ്സും സെല്ലേഴ്സും ഈ ഒരു പൊസിഷനിൽ ഒരു ഇൻഡിസിഷനിലാണ് നമുക്ക് മനസ്സിലാക്കാം. അതായത് അവർക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് അടുത്തൊരു ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓരോരുത്തർ ഇൻട്രാഡേ ഒക്കെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് എക്സിറ്റ് അടിക്കാം. ചിലപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു ചാൻസ്, ഡൗൺ ട്രെൻഡിന്റെ അവസാനം വന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസ്, നമുക്ക് അടുത്തുള്ള ക്യാൻഡിൽ ഒരു മറുബോസും കൂടെ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാമല്ലോ. മനസ്സിലായോ? പല കാര്യങ്ങൾ നമ്മൾ നോക്കും. ഒന്ന് സപ്പോർട്ട് ഏരിയയിലാണോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിലാണോ, ഡൗൺ ട്രെൻഡ് ആണോ അപ് ട്രെൻഡ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കും. അവിടെ ഈ ക്യാൻഡിൽ സ്റ്റിക്സ് കൂടെ വരുമ്പോഴത്തേക്കാണ് അതിന് ഒന്നുകൂടെ അർത്ഥങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പം ബേസിക്കലി നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഐറ്റം ഉണ്ട്, ഡോജി എന്ന് പറയുമ്പോഴത്തേക്ക്. ഡോജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പല ക്യാൻഡിൽ സ്റ്റിക്സ് ചുമ്മാ ഒരു ചാർട്ട് ഓപ്പൺ ആക്കി വെച്ച് നിങ്ങൾ നോക്കാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ മനസ്സിലാവുന്നത്? ഒരു വര, പിന്നെ മുകളിലോട്ടും താഴോട്ടും ഒരു വിക്ക്. അതായത് അതിന് പച്ച കളറും ഇല്ല ചോല കളറും ഇല്ല. അതിനർത്ഥം എന്താ? അതും സെയിം സംഭവം തന്നെ. ഈ ഇൻഡിസിഷൻ ആണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ബയേഴ്സിനും സെല്ലേഴ്സിനും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ താഴെ നിന്നൊരു എൻട്രി എടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കുന്നു, പക്ഷെ അവിടെ ഇൻഡിസിഷൻ ആണ്, നമുക്കൊന്ന് അലേർട്ടായിട്ട് ഇരിക്കാന്നൊക്കെ വേണമെങ്കിൽ വെക്കാം. അത് നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയ, സപ്പോർട്ട് ഏരിയ, അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് എല്ലാം അതിലാണ് കാര്യം. നമ്മളെല്ലാം ചുമ്മാ ഒരു ക്യാൻഡിൽ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ ഒരു അടുത്ത ഒരു ഐറ്റം പറഞ്ഞുതരാം. അടുത്ത ഒരു ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയോ? പേപ്പർ അംബ്രല എന്ന് പറയും. പേപ്പർ അംബ്രല എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാർട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ സ്റ്റിക്കാണ്. അത് നിങ്ങൾക്ക് പല ചാർട്ടിലും പല ട്രെൻഡ് റിവേഴ്സലിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പേപ്പർ അംബ്രല താഴെ വരുമ്പോഴത്തേക്ക് അത് ഹാമർ എന്നറിയപ്പെടുന്നു. ഹാമർ, ചുറ്റിക എന്ന് പറയുന്ന ഹാമർ. അതിന്റെ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ചെറുതും താഴോട്ടായിരിക്കും അതിന്റെ വിക്ക്. എല്ലാ ഫോട്ടോസും ഞാൻ മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്. താഴോട്ടായിരിക്കും അതിന്റെ വിക്ക്. അതിനർത്ഥം എന്താ? അതൊരു ഡൗൺ ട്രെൻഡ് വന്നാൽ എന്തായിരിക്കും? ഹാമർ ആണെങ്കിൽ ആ പേപ്പർ അംബ്രല ഹാമർ ആയാലല്ല അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നുള്ളൂ അല്ലേ? ഒന്ന് റെഡോ ഗ്രീനോ എന്തും ആയിക്കോട്ടെ, ഡൗൺ ട്രെൻഡിന്റെ അവസാനം താഴോട്ട് ബോഡിയെക്കാട്ടി കൂടുതൽ വലിപ്പമുള്ള ഒരു വിക്കുള്ള ഒരു ക്യാൻഡിൽ വന്ന അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒന്ന് താഴോട്ട് ഡൗൺ ട്രെൻഡ്, അതായത് താഴോട്ട് ഇത് കുറെ പോയിട്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ബയേഴ്സ് ആ ഒരു പ്രൈസ് മുകളിലോട്ട് കൊണ്ടുവന്നല്ല അതിനർത്ഥം. അത് പ്രത്യേകിച്ച് ഒരു ഡൗൺ ട്രെൻഡിൽ പ്രൈസ് ഒരു ക്യാൻഡിൽ താഴോട്ട് ഡൗൺ ട്രെൻഡിലോട്ട് ഒരു ക്യാൻഡിൽ ആൾക്കാർ സെൽ ഓഫ് അത്രയും നടന്നിട്ടും മുകളിലോട്ട് തിരിച്ച് കയറ്റി എന്നർത്ഥം. അതായത് സെല്ലേഴ്സിനെ ബയേഴ്സ് ആ ഒരു ഏരിയയെ തോപ്പിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പൊ എന്ത് പറ്റും? ഒരു ട്രെൻഡ് റിവേഴ്സിൽ, ആ ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സിൽ നടക്കാന്നല്ലേ ഇതിനർത്ഥം. ശരിയല്ലേ? അതാണ്. അപ്പം നമുക്ക് പല കാര്യങ്ങൾ നോക്കിയിട്ട് ആ ഒരു ക്യാൻഡിൽ നോക്കി നമുക്കൊരു എൻട്രി എക്സിറ്റിനെ പറ്റി ചിന്തിക്കാമെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങൾ അതൊന്നും ചിന്തിക്കുക വേണ്ട. ജസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ച് പഠിച്ചല്ലോ. ക്യാൻഡിൽ സ്റ്റിക്സ് ഒന്ന് നോക്കുക, സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് വരച്ചിട്ട് അത് ക്യാൻഡിൽ സ്റ്റിക്സ് ഒന്ന് നോക്കുക, റിവേഴ്സിൽ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. അടുത്ത സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ ഹാമർ തന്നെ അല്ലെ പേപ്പർ അംബ്രല തന്നെ മുകളിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക? ഹാങ്ങിങ് മാൻ എന്ന് പറയും. ഹാങ്ങിങ് മാൻ, അതിന്റെ അർത്ഥം എന്തോ ഇതേ സാധനത്തിന്റെ ഓപ്പോസിറ്റ്. അത് കുറച്ചുകൂടെ ട്രിക്കിയാണ് ഈ പേപ്പർ അംബ്രല എന്ന് പറയുമ്പോഴത്തേക്ക്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രൈസ് ഒരു അപ് ട്രെൻഡ് നിൽക്കുവാന്ന് വെച്ചു. അപ് ട്രെൻഡിൽ ഈ പേപ്പർ അംബ്രല വരുമ്പോഴത്തേക്കാണ് അത് ഹാങ്ങിങ് മാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈസ് താഴോട്ട് വന്നു, എന്നിട്ട് തൊട്ട് പിന്നെയും അതിന്റെ ഒരുപാട് ആ ഒരു ഷാഡോയെക്കാട്ടിലും കുറെ കൂടെ മുകളിലാണ് അതിന്റെ ക്ലോസ്. അതായത് ബോഡി ചെറുതും വിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഷാഡോ ഇച്ചിരി വലുതുവാണെങ്കിൽ അതിനർത്ഥം കേട്ടോ. അത്രയും വലിയ അപ് ട്രെൻഡിൽ സെല്ലേഴ്സ് സെന്റർ എടുത്തു എന്നല്ലേ അതിനർത്ഥം, എൻട്രി എടുത്തു എന്നല്ലേ അതിനർത്ഥം. അപ്പൊ പിന്നെ ഒരു നമ്മൾ അലർട്ടായിട്ടിരിക്കണം. തൊട്ടടുത്ത കാര്യത്തിലൊക്കെ ഒരു നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആയോ ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായോ. അതായത് അപ് ട്രെൻഡിൽ സെയിം ക്യാൻഡിൽ വരുമ്പോഴത്തേക്ക് അർത്ഥം പറയുക. അതാണ് നമ്മൾ പറഞ്ഞത് ഈ ക്യാൻഡിൽ സ്റ്റിക്സിന്റെ പൊസിഷനിലും കാര്യമുള്ളൂ. പിന്നെ അടുത്ത
ആളെന്ന് പറയുമ്പോഴത്തേക്കാണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് താഴോട്ടൊരു കമ്പ് പോലൊരു ഷാഡോയും, അതായത് പേപ്പർ നമ്പറിലൊക്കെ ഷാഡോയും ചെറിയ ബോഡി വരും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് മുകളിലോട്ടായിരിക്കും ആ ഒരു വിക്ക്. അത് ഏറ്റവും മുകളിൽ, അതായത് അപ്രന്റ് വരുമ്പോഴത്തേക്കാണ് ഒന്നുകൂടെ റെലവൻസ് വരുന്നത്. അതായത് ഒരു അപ്രന്റിന്റെ അങ്ങേയറ്റത്ത്, അതായത് ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് കൂട്ടിക്കും, അവിടെ സെല്ലേഴ്സ് കൂടുമല്ലോ. നമ്മളിത് ബൈയിങ് മൊമെന്റോ, അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിലോ ഒരു മുകളിലോട്ട് വന്നിട്ട് പിന്നെ താന്ന് വരുമ്പോഴത്തേക്കാണ് സെല്ലേഴ്സ് കൂടുമ്പോഴത്തേക്കാണല്ലോ ഈ ക്യാൻഡിൽ ചെറുതാകുന്നത് അല്ലേ? അപ്പൊ എന്താ അതിനർത്ഥം? അവിടെ സെല്ലേഴ്സ് എൻട്രി എടുത്ത് തുടങ്ങി പ്രൈസ് താഴോട്ട് പോയേക്കാം എന്നല്ലേ അതിനർത്ഥം? അത് തന്നെയാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ അതിന്റെ അടുത്തത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും താഴോട്ടുള്ള ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്തത്. ഒരിക്കലും ഒരു ക്യാൻഡിലോ ഒരു റെസിസ്റ്റൻസോ മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങൾ, ഒരു 2-3 കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് നല്ലൊരു എൻട്രി പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാനും ഒക്കെ തോന്നുന്നത്. മനസ്സിലായല്ലോ? ഒന്നുമില്ല, മർബോസു, ഈ സ്പിന്നിങ് ടോപ്പ്, ഡോജി, പിന്നെ ഈ ഇൻവേർട്ടർ ഹാമർ എന്ന് പറയുന്ന പോലെ ഈ സാധനം ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞത്, മറ്റേ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ആ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം തന്നെ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവത്തിന് ലോജിക്ക് മനസ്സിലായല്ലോ. ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ബയേഴ്സ് താഴെ നിന്ന് വാങ്ങിച്ച് തുടങ്ങി മുകളിൽ കൊണ്ടുപോയിട്ട് അവസാനിപ്പിച്ചു വന്നു. റെഡ് ക്യാൻഡിൽ ബെയറിഷ് മർബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് സെല്ല് ചെയ്ത് താഴെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു വന്നു. അതിനർത്ഥം ആ വിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്, മുകളിലുള്ള വിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ബയേഴ്സ് അവിടെ വരെ ചെന്നു, പക്ഷെ സെല്ലിങ് കാരണം ആ ഒരു വിക്ക് അവിടെ ഉണ്ടായി, ബോഡി ഇച്ചിരി ആ ഒരു ഏരിയ ഒന്ന് മാറിയെന്ന് അതിനർത്ഥം. താഴെ വിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, സെല്ലേഴ്സ് താഴോട്ട് സെല്ല് ചെയ്ത് കൊണ്ടുവന്നു, പക്ഷെ അവിടെ ബയേഴ്സ് എൻട്രി എടുത്തതുകൊണ്ട് കുറെ ബൈയിങ് ഉണ്ടായതുകൊണ്ട്, എന്തുകൊണ്ടോ ബൈയിങ് ഉണ്ടായതുകൊണ്ട് മുകളിലോട്ട് എത്തിയെന്നല്ലേ അർത്ഥം. അപ്പൊ നമുക്ക് പല ഒരു മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്സ് അനാലിസിസും പല കാര്യങ്ങളുണ്ട്. നമ്മൾ സിംഗിൾസിനെ പറ്റി പറഞ്ഞോളൂ, സിംഗിൾ ക്യാൻഡിൽസ് അതിനെപ്പറ്റി പറഞ്ഞോളൂ. ആ സിംഗിൾസ് അല്ല, സിംഗിളെ മിംഗിളാകുക ആ ഒരു സംഭവമല്ല, ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിളിനെ പറ്റി നമുക്ക് അടുത്തൊരു ദിവസം നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മുകളിൽ ഫോട്ടോ കാണിച്ചേക്കുന്ന ക്യാൻഡിൽസ്, അതിന്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആദ്യം വരയ്ക്കാൻ പറഞ്ഞൊരു ഐഡിയ മനസ്സിലായല്ലോ. അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കാണോ റിവേഴ്സിൽ വന്നിട്ടുള്ളത്? ബെയറിഷ് മർബോസ്, ബുള്ളിഷ് മർബോസ്, സ്പിന്നിങ് ടോപ്പ്, ഇൻവേർട്ടഡ് ഹാമർ, അല്ലെന്നുണ്ടെങ്കിൽ പേപ്പർ അമ്പർല, ഇതൊക്കെ അവിടെ ഇവിടെ വന്നിട്ടാണോ വ്യത്യാസം വന്നിട്ടുള്ളത് നോക്കുക. അപ്പോൾ കൂടുതൽ അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ട്രേഡ് എടുക്കുന്നതിനെ പറ്റി നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഒരുപാട് സൈക്കോളജിയെ പറ്റി പഠിക്കാനുണ്ട്, ഒരുപാട് ക്യാൻഡിൽസിക്സിനെ പറ്റി ഇനിയും പറയാനുണ്ട്. ഇപ്പോൾ ഇത്തരം ബേസിക് ലോജിക്ക് കിട്ടിയല്ലോ. ബാക്കി ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്കൊന്നും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക്